ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് HRMനെ കുറിച്ചാണ്. എന്താണ് HRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? HRM സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം, ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മെൻ, മണി, മെത്തേഡ്, മിഷനറീസ്, എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ 5 M's എന്ന് പറയാം. ഏതൊക്കെയായിരുന്നു? മെൻ, മെറ്റീരിയൽസ്, മെഷീൻസ്, മെത്തേഡ്, മിഷനറീസ്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ത്? മെൻ എന്ന് പറയുന്നത്. ഈ മെൻ തന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. അപ്പോൾ മനുഷ്യ വിഭവങ്ങളുടെ മാനേജ്മെൻറ്റിനെയാണ് എന്ത് പറയുക? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ഹ്യൂമൻ റിസോഴ്സ് ആർ കൺസിഡേർഡ് ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഇൻ എനി ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനിലും, ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും അവിടത്തെ എല്ലാം ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്, മനുഷ്യ വിഭവമാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇറ്റ് ക്യാൻ ഫങ്ഷൻ ഓൺലി ത്രൂ പീപ്പിൾ. ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കണമെങ്കിൽ അതിന് എന്ത് വേണം? മനുഷ്യർ വേണം. ഇപ്പം ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസ് ആയിക്കോട്ടെ, ഏതൊരു ലോവർ ലെവൽ എംപ്ലോയി ആയിക്കോട്ടെ, മിഡിൽ ലെവൽ എംപ്ലോയി ആയിക്കോട്ടെ, ടോപ്പ് ലെവൽ എംപ്ലോയി ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാം എന്താണ്? അവിടെയൊക്കെ എന്തുണ്ട്? മനുഷ്യരുടെ സാന്നിധ്യമുണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ കണക്കാക്കുന്നത്. ദെൻ ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എബിലിറ്റി ഓഫ് ഇറ്റ്സ് ഹ്യൂമൻ റിസോഴ്സസ്. ഓഫ് കോഴ്സ്, ഒരു ഓർഗനൈസേഷൻ സക്സസ്, അതിൻ്റെ വിജയം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ, മനുഷ്യ വിഭവങ്ങളുടെ എബിലിറ്റി, കഴിവിനെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. നന്നായിട്ട് പ്രൊഡക്ടിവിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ, പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതേപോലെ തന്നെ ഓർഗനൈസേഷന് എന്തുണ്ടാവും? വിജയം ഉണ്ടാകും, സക്സസ് ഉണ്ടാകും. ഓക്കെ, ദെൻ ഹ്യൂമൻ റിസോഴ്സ് ആർ ദ ഓൺലി റിസോഴ്സ് വിച്ച് ഡസ് നോട്ട് ഡിപ്രീസിയേറ്റ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാലപ്പഴക്കം വരിക, അല്ലെങ്കിൽ സ്ക്രാപ്പ് ആയി പോകുക, അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ആണ് എന്ത് പറയുന്നത്? ഒരിക്കലും ഡിപ്രീസിയേറ്റ് ആവാത്ത, കാലപ്പഴക്കം പോവാത്ത, അല്ലെങ്കിൽ സ്ക്രാപ്പ് ആവാത്ത ഒരു റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാത്രമാണ് ഒരു ഓർഗനൈസേഷനിൽ നിന്നാണ് പറയുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഓരോ വർഷം തോറും എക്സ്പീരിയൻസ്ഡ് ആവുകയാണ് പീപ്പിൾസ്. അപ്പോൾ എന്താ? അവരുടെ വാല്യൂ കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, then HRM is a new term emerged during 1970s. HRM എന്ന് പറഞ്ഞ ടേം വന്നത് 1970s, 1970കളിലാണ്. അതിനു മുമ്പ് HRM അറിയപ്പെട്ടിരുന്നത് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നാണ്. ആക്ച്വലി ഇറ്റ് ഇൻവോൾവ്സ് റേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് മാനേജിങ് പീപ്പിൾ. HRMൽ എന്താ ആക്ച്വലി ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത്? എങ്ങനെ പീപ്പിൾസിനെ മാനേജ് ചെയ്യണം, അതിനുള്ള കുറേ ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ് ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ഈ HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മീനിങ് ഓഫ് HRM. HRMൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ എന്താണ് മീനിങ്? ഇതിൽ കാണാം, HRM is a management function that help managers to recruit, select, train and develop members for an organization to achieve its objectives. HRM എന്ന് പറയുന്നത് എന്താ? HRM is a management function. HRM എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻ ആണ്, മാനേജ്മെൻറ്റിൻ്റെ ഒരു ധർമ്മമാണ്. that helps മാനേജേഴ്സിനെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ടു റിക്രൂട്ട് ചെയ്യാം. റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സെർച്ച് ചെയ്യുക, എംപ്ലോയീസിന് അല്ലെങ്കിൽ ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യുക. ദെൻ സെലക്ട്, ചൂസ് ചെയ്യുക. ദെൻ അവരെ ട്രെയിൻ ചെയ്യുക, ട്രെയിൻ ആൻഡ് ഡെവലപ്പ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. മെമ്പേഴ്സ് ഫോർ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻസ് അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷനിലേക്ക് ആൾക്കാരെ, ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാണ് മീനിങ്ങിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കുക, ഡെഫിനേഷൻ ഓഫ് HRM.
ഡെഫിനേഷൻ പറയുന്നത് എഡ്വിൻ ബി ഫ്ലിപ്പോന്റെ ഡെഫിനേഷനാണ്. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, പേഴ്സണൽ മാനേജ്മെന്റ് ഓർ HRM, HRMന്റെ മറ്റൊരു പേരാണ് പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് ഓർ HRM ഈസ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, controlling of the procurement, development, compensation, integration, maintenance, and the reproduction of human resources to the end that individual, organizational, and societal objectives are achieved. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഓഫ് ദി ഇതിൻ്റെയൊക്കെ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സസിൻ്റെ പ്രൊക്യൂർമെൻറ്റിൻ്റെ, അതായത് പ്രൊക്യൂർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, പ്രൊക്യൂർമെൻറ്റ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കോമ്പൻസേഷൻ, അവരുടെ ഇൻ്റഗ്രേഷൻ, മെയിൻ്റനൻസ്, റീപ്രൊഡക്ഷൻ എന്നീ കാര്യങ്ങളുടെ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും ചെയ്യുകയാണ് ആക്ച്വലി എന്തിൽ ചെയ്യുന്നതെന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ. അറ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ ടു ദ എൻഡ് ദാറ്റ് അവിടെ എന്ത് കിട്ടുന്നു? ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ ആൻഡ് സൊസൈറ്റിയൽ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ്. ഇൻഡിവിജ്വലിൻ്റെയും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അതേപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷൻ്റെയും അതേപോലെ തന്നെ സൊസൈറ്റീൻ്റെയും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇതാണ് HRMന് എഡ്വിൻ ബി ഫ്ലിപ്പോ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇൻട്രൊഡക്ഷൻ ഓഫ് HRMൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ദെൻ മീനിങ് ഓഫ് HRMൻ്റെ മീനിങ് പറഞ്ഞു, പിന്നെ ഡെഫിനേഷൻ ഓഫ് HRM കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.